12 മെമ്മൂട്ടാ. ഇപ്പം 12 മെമ്മുമായി. പക്ഷെ വലിയ ലെങ്തൊന്നും തോന്നണില്ലല്ലോടാ. മെമ്മു 10. അതെന്ത് നീട്ടം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരക്കാട്ടോ. മുന്നേ കോച്ചിൻ്റെ എണ്ണം 12 കാറായിട്ടും പോരാ കേട്ടോ. ഇപ്പോഴും കുറച്ച് ലെങ്തേ കൂടിയിട്ടുള്ളൂ വണ്ടിക്ക്. ഇപ്പം അങ്ങനെ മെമു എത്തി. ഇതവിടുന്ന് നമ്മുടെ ട്രെയിൻ കയറി വരുന്നുണ്ട്. ഒത്തിരി നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഇതാണ് നമ്മുടെ പുതിയ പാർക്കിംഗ്. കണ്ടോ, ഇതാണ് പുതിയ പാർക്കിംഗ്. ഒത്തിരി നാളായിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് പാലരുവിയിലൊരു യാത്ര. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കയറി വരുന്നുണ്ട്. തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വരെ പോകുന്ന നമ്മുടെ പാലരുവി എക്സ്പ്രസ് ഇതാ അവിടെ നിന്ന് കയറി വരികയാണ്. തിരിച്ച് നമ്മൾ ആദ്യം കോയമ്പത്തൂർ വരെയാണ് പ്ലാൻ ഇട്ടത്. ടിക്കറ്റൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ അവസാനം പാലരുവിയിൽ പാലക്കാട് വരെ യാത്ര ചെയ്യാമെന്ന് കരുതി ഇവിടെ നിന്ന് എടുക്കുന്നത് അണ്ടർസോണാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ റിസർവേഷനാണ്, സ്ലീപ്പറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ പാലരുവിയിലൊരു യാത്ര നടത്തുന്നത്. പക്ഷെ ഇവിടുത്തെ തിരക്കുള്ളൂ. ഇതൊക്കെ തൃശ്ശൂർ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ തിരക്ക്. വണ്ടി അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ലോക്കൊരു P4 ആയിരിക്കും. അങ്ങനെ ആദ്യത്തെ യാത്ര സക്സസ് ആവുമെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ എത്ര ക്ഷീണമുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്ലീപ്പറിലാണ് വരുന്നത്. സൈഡ് ലോവർ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കൺഫർമേഷൻ ഇങ്ങോട്ട് ടിക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് ടിക്കറ്റ് ഇല്ല. ആരൊക്കെ അവിടെ നിന്ന് ട്രെയിൻ വരുമ്പോഴാണ് എൻ്റെ മുന്നിൽ അഭ്യാസങ്ങൾ. ഇപ്പോൾ ജനറലിലാണ് പോകുന്നത്. എത്ര വരെ തിരക്കുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ഓവർടേക്കൊക്കെ കാണാം ഗൈസ്. നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഈ വണ്ടീനെ ഓവർടേക്ക് അടിക്കും. ഒറ്റപ്പാലം വെച്ചിട്ടാണ് സാധാരണ ഓവർടേക്ക് അടിക്കാറ്. നോക്കട്ടെ വണ്ടി എവിടെ വരെ വരും. തിരക്കൊന്നും വലിയ തിരക്കില്ല കേട്ടോ.